ഹായ്, ഞാൻ മിനിയാണ് അച്ചയൻസിൽ നിന്ന്. ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ കോഴിക്കോട് വെച്ച് ഒരു മീറ്റപ്പ് നടത്തുകയുണ്ടായി. അത് കോഴിക്കോട് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റേതായിരുന്നു. റാബിറ്റ് ഫാർമേഴ്സ് കാലിക്കറ്റ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അതിൻ്റെ അഡ്മിനായ വിനീതാണ് ഇതെല്ലാം സംഘടിപ്പിച്ചത്. അവരുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ വിനീതിൻ്റെ വീട്ടുകാർക്കും നന്ദി പറയുകയാണ്. വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. എല്ലാവരും പങ്കെടുത്തു. 10-35 പേരോളം ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു അനുഭവം തന്നെ ആയിരുന്നു അത്. ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടായിരുന്നു, ചർച്ചകൾ ഉണ്ടായിരുന്നു, എല്ലാവരും പരിചയപ്പെടുത്തി. പിന്നെ നമ്മുടെ സുമിത്തേട്ടനും യാദൃച്ഛികവശാൽ സലീമും പങ്കെടുത്തു. അപ്പോൾ എന്ത് പറയാൻ, ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും. പിന്നെ ഇതുപോലുള്ള മീറ്റപ്പുകൾ സംഘടിപ്പിക്കുന്ന വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവാനും മുയൽ വളർത്തൽ എങ്ങനെ വിപുലീകരിക്കാം എന്നുള്ളതും എങ്ങനെ ആ വിപണന സാധ്യത മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ വളരെ നല്ലതായിരിക്കും. കാര്യം ഞങ്ങൾ അത് ശരിക്കും ആസ്വദിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾ വീഡിയോ കാണുക, കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം. ഞാൻ 5 വർഷമായിട്ട് സാധാരണ തമാശയ്ക്ക് പണ്ട് നമ്മൾ മറ്റേ കൗമിൻ്റെ അതൊക്കെ വെച്ചിട്ട് മുകളിൽ കൂടുണ്ടാക്കി അതിൻ്റെ മുന്നിൽ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ നാട്ടിൽ ചെറിയൊരു ആഗ്രഹത്തിന് പുറത്ത് കമ്പനി കൂടി ചെയ്യാവുന്ന വേറെ. എൻ്റെ പേര് സുബീഷ്. ഞാൻ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് എന്ന സ്ഥലത്താണ്. ഞാൻ ഏകദേശം ഒരു 5-10 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ക്രോസ് ഫീഡാണ്. ഏകദേശം ഒരു 30 വർഷത്തോളം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഷമീർ വട്ടോളി എന്ന് പറയും, ഷമീർ കൊടുവള്ളി എന്ന് പറയും. ഇത് ഓരോരോ ഏരിയയിലേക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഷമീർ വട്ടോളി മതി. ഷമീർ വട്ടോളി, വേറെ ഗ്രൂപ്പിലൊക്കെ ഷമീർ കൊടുവള്ളി ആയിരിക്കും. ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെതായതുകൊണ്ടാണ് ഞാൻ വട്ടോളി എന്ന് പറയുന്നത്. പിന്നെ വേറെ ഗ്രൂപ്പിലൊക്കെ കൊടുവള്ളി എന്ന് പറയുന്നത്. എൻ്റെ പേര് ടോമി. ഞാൻ പൂമ്പാറയാണ് എൻ്റെ പേര്. അത് കൂട്ടഞ്ഞി പഞ്ചായത്താണ്. ഞങ്ങൾക്ക് ഏകദേശം 10-20 പേരൻസാണുള്ളത്. എൻ്റെ ഭാര്യയാണ് ഇവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്. ഓമശ്ശേരിയാണ് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളൂ. എൻ്റെ കയ്യിൽ കുറഞ്ഞ മുയലേ ഉള്ളൂ. ആദ്യം തുടക്കത്തിൽ ഒരു 8 മുയൽ ഒന്നിച്ച് വാങ്ങി ഒരു 2-3 കൂട്ടിലിട്ട് അതിന് അന്ന് രാത്രി തന്നെ നായ വന്നു ഇതൊക്കെ തോല് വെച്ചിട്ടുണ്ട്. നായ്ക്കും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല. ലാസ്റ്റ് ഒന്ന് മാത്രം ബാക്കി. അതിമെന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-100 കുട്ടികളെ ഞാൻ വിറ്റിട്ടുണ്ട്. ഇപ്പോൾ 3 പ്രസവിച്ച് അത് 3 ഒന്നിൽ 6 ഉണ്ട്, 1 8 ഉണ്ട്, 1 5 ഉണ്ട്. എൻ്റെ പേര് നാസർ. ഉമ്മേരി എന്ന് പറഞ്ഞാൽ മാങ്കാവ് മിൽസിൻ്റെ ഒക്കെ അടുത്താണ് എൻ്റെ വീട്. മാങ്കാവ് ഏരിയയിലാണ്. അവിടെ ആയിരുന്നു. ഇപ്പം താമസം പറവോളയിലെടുത്താണ്. ഞാനിത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8 മാസം ആയിട്ടുള്ളൂ. ഞാൻ ഈ വീട്ടിലേക്ക് എത്തി. ഈ ഒരു മേഖലയിലേക്ക് ഞാൻ ഇറങ്ങി. അതിന് മുമ്പ് ആടുകളൊക്കെ പണ്ട് വീട്ടിലൊക്കെ ആടിനൊക്കെ വളർത്തിയെന്നല്ലാതെ വേറെ ഒന്നിനും വളർത്തില്ല പരിചയമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 10 പേരൻസൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പേരാമ്പ്രയാണ് തിരുവണ്ണാമല വീട്. ഞാൻ വർക്ക് ചെയ്യാണ് ഫിനാൻസിൽ. ഇപ്പം മുയൽ വളർത്താൻ തുടങ്ങിയിട്ട് 2-3 മാസം ആയതേ ഉള്ളൂ. 10-15 ഉണ്ട് വീട്ടിൽ. പ്യൂർ ബ്രീഡാണോ? പ്യൂറുണ്ട്, ക്രോസ് ബ്രീഡും ഉണ്ട്. കൂടൊക്കെ സെറ്റ് ചെയ്തെല്ലാം കൂടൊക്കെ സെറ്റ് ചെയ്തു. എൻ്റെ പേര് ഫൈസൽ, മലപ്പുറം ജില്ലയിലാണ്. ഇതിനെക്കുറിച്ച് കുറേ മുയൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മുയലിനെ പറ്റി ആദ്യം വലിയ ഐഡിയ ഇല്ലായിരുന്നു. വിനീതൊക്കെ പരിചയപ്പെട്ടു. ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ മുയൽ എന്താണെന്നൊക്കെ പഠിക്കുന്നത്. എല്ലാ മുയലും ഒന്നാണെന്നാണ് എൻ്റെ വിചാരം. അതാണ് ഈ ക്രോസ് ബ്രീഡ് ഏതാണ്, പ്യൂർ ബ്രീഡ് ഏതാണ് ഒക്കെ പഠിച്ചു ടെറസിൻ്റെ മേലെ ചെയ്തത്. ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ടെറസിൻ്റെ മേലെ ചെയ്തത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഷെഡ് കെട്ടണം. ഇപ്പോൾ കുഴപ്പമില്ല. ഒരു 10 പേരൻസോടുണ്ട്. കുഴപ്പമില്ല, ശരി നടത്തുന്നുണ്ട്. എൻ്റെ പേര് ജംഷദ്. ഇവിടെ വീട് തോട്ടുമുക്കത്താണ്. ഒരു 6 പാരൻസ് സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ തുടങ്ങിയതാണ്. പിന്നെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ കാലിക്കറ്റ് മൈത്ര ഹോസ്പിറ്റലിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ HVACയിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഞാനൊരു തുടക്കക്കാരൻ മാത്രമാണ്. അപ്പം ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ടോമി എൻ്റെ അയൽവാസിയാണ്. അപ്പം അദ്ദേഹം എൻ്റെ
അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ വൈഫിനോട് പറഞ്ഞു, മുയൽ കൃഷി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് മുയൽ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പോകാം നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്ന അവസാനം ഒരു അരമാസത്തിനുള്ളിൽ എന്തായാലും ചെന്ന് വീട്ടിൽ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം എന്നെ കൊണ്ടുവന്ന് വളർത്തണം. അപ്പോൾ ആ ഒരു ബേസിൽ മാത്രം ഞാൻ അങ്ങനെ പോയതാണ്. കൊണ്ടുവന്ന സ്ഥിതിക്ക് ഒരു 5 കുട്ടികളെയും ഒരു ഇറച്ചിക്കായിട്ട് ഒരു മീറ്റിനായിട്ട് ഒരു മുയലിനെ കൊണ്ടുവന്നു. അതിനെ കൊണ്ടുവന്ന വഴിക്ക് ഷോപ്പിൽ വെച്ച് അതിനെ മിസ്സാക്കി കൊണ്ടുവന്നു. അപ്പോൾ അതാണ് മുയൽ കൃഷി. ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. മുയൽ കൃഷിക്കാരൻ എന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ മുയൽ കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ പറയാം. നമസ്കാരം, എൻ്റെ പേര് ശരത്ജിയാണ്, കൊടുവള്ളി നദിക്കരയാണ്. ഞാൻ പെറ്റ്സായിട്ടാണ് ഫസ്റ്റ് ഈ സാധനത്തിനെ വളർത്തിയത്. ഇപ്പോൾ ലോക്ക്ഡൗണിലാണ് ഇതിനെന്തെങ്കിലും വരുമാനം കിട്ടുമെന്നുള്ള കണ്ടീഷനിൽ തുടങ്ങിയത്. 4-5 കുറച്ച് മക്കൾ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ മിനിച്ചേച്ചി മിനിചേട്ടൻ്റെ ഒക്കെ ക്ലാസ്സുകൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. തുടങ്ങിയിട്ടൊരു 3 മാസമായിട്ടുള്ളൂ. റബ്ബർ വെട്ടുണ്ട്, മീൻ കൃഷിയുണ്ട്, അതൊന്നും ചെറിയതായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. കൂടുതലും പറയാം. എൻ്റെ പേര് മഞ്ജുഷ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ട് വെറുതെ രസത്തിന് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് മുയലുണ്ട്, എല്ലാം പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ എല്ലാം വിനീതിനോടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് എല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ ഇനിയിപ്പം ബ്രീഡിലേക്ക് ആക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെയാണ് വരുന്നത്. കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ മക്കളും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ശ്രീനാഥ്, ഞാൻ മലപ്പുറം ജില്ലയാണ്. ഇപ്പോൾ ആദ്യം ഇവിടെ ആരൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് പോയി. അതിന് ശേഷമാണ് അവിടെ ചെന്നതിനേക്കാണ് ഇപ്പോൾ താണ്ടാ തുടങ്ങിയത്. പിന്നെ ആക്കും പോലെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പോൾ അറിയാനായില്ല, 1 മാസം പോലെ നിർത്തിയിട്ട് ഫുഡ് നിർത്തിയിട്ട് വീടുപണി കാര്യങ്ങളൊക്കെ ഫുഡ് നിർത്തുകയാണ്. ഇതിനൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതിന് ശേഷം രണ്ടാമത് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഞാൻ നിർത്തി. ഞാൻ ഗ്രൂപ്പ് കൊണ്ടുപോയി ഞാനായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ മൂപ്പരെ അത് കുടിക്കാൻ ഞാൻ ഊരി പോകുന്നതാണ്. മൂപ്പരിപ്പോൾ ലോൺ കഴിച്ചാണ് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അവരോട് കുഴപ്പമൊന്നുമില്ല. മൂപ്പര് പ്രശ്നം മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് മുയൽ കർഷക കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ആശംസകൾ. എൻ്റെ പേര് സുനിത്. ഞാൻ പൊതുവെ ഗ്രൂപ്പുകളിൽ ഈ മുയൽ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സുനിത് കോഴിക്കോട് എന്നാണ് പറയുന്നത്. കോഴിക്കോട് കൂട്ടിയിട്ടാണ് പറയാറ്. ഇവിടെ ഇപ്പോൾ എന്ത് പറയുന്നതാണ്. എന്തായാലും ഞാൻ കോഴിക്കോട് ഫറോക്കിനടുത്ത് ചെറുവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഞാനൊരു പാർട്ട് ടൈം കർഷകനാണ്. പിന്നെ ഒരു 70ഓളം പാരൻസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. പ്യൂർ ബ്രീഡാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞു പോകാം അല്ലേ? അതല്ലേ? താങ്ക് യു. എന്നറിയായിരിക്കുമല്ലോ, ഞാൻ മിനി തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇന്നലെ വൈകിട്ട് തിരിച്ചു. ഇന്ന് രാവിലെ 6:05 ഇവിടെ വന്നു. നമ്മൾ വലിയ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഒരു കൃഷിക്കാരിയൊന്നും അല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരടുത്തും ചെയ്യാൻ ധൈര്യമായിട്ട് പറയുന്നത്. പക്ഷെ ഇതില് ഞാനോ അച്ചായൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നും സമ്പാദിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും വേണ്ടേ, അങ്ങനെ കുറച്ച് നാളൊക്കെ ജോലിക്ക് പോയപ്പോൾ അതിന് ബാക്ക് പെയിൻ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ കാട ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് കാട ചെയ്യാതെ ആട് വാങ്ങിച്ചു. മുയലല്ല വാങ്ങിച്ചത്, ആടാണ്. പിന്നെ ഒരു 2 മുയലും വാങ്ങിച്ചു. ആ മുയലിന് അസുഖം വന്നപ്പോൾ അതെങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയാതെ വിഷമിച്ചപ്പോഴാണ് ഞാൻ ഈ മുയൽ ഇങ്ങനെ ആൾക്കാർ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ വലിയ കഥയാണ്, അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. ഞാൻ എൻ്റെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പോയി പാരൻ സ്റ്റോക്കൊക്കെ വാങ്ങിച്ചതും പറ്റിയതും. ഇപ്പോൾ ഇവിടെ ആരോ പറഞ്ഞു ആ കൊച്ച് നല്ല രീതിയിൽ ഇപ്പം പോകുന്നുണ്ടെന്ന്. പക്ഷെ ആദ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകും. പിന്നീടായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നതും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്ന അസുഖമൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനി വേണ്ട, ഇതങ്ങ് നിർത്തി വെക്കാം എന്നുള്ളൊരു വിചാരം ആ സമയം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ മുയൽ കർഷകർ തോറ്റു പോകണം. ഞാൻ അങ്ങനെ വന്നപ്പോഴും
വേണ്ട, അങ്ങനെ നിർത്തുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. 3 പ്രാവശ്യം പരാജയം വന്നു. 3 പ്രാവശ്യം ഒത്തിരി പൈസ നഷ്ടം വന്നു. കാര്യം ആദ്യം പാരന്റ് സ്റ്റോക്ക് എടുത്തു, രണ്ടാമത് ക്രോസ് ബ്രീഡുകളെ എടുത്തു, അതിൻ്റെ കൂടെ തന്നെ നല്ലതല്ലാത്ത കുറേ മുയലുകളെ എടുത്തു. പിന്നെ ആ സമയം തന്നെ അച്ചായൻ അത് കട്ടിങ്ങും കൂടി പഠിച്ചതുകൊണ്ട് എനിക്ക് അതിലൊന്നും നഷ്ടം വന്നില്ല. അത് പറയാലോ, എനിക്ക് നഷ്ടം വന്നിട്ടില്ല. പിന്നെ കൂടൊക്കെ ഉണ്ടാക്കിയത് ആദ്യം ആളെ വെച്ചൊക്കെ ആയിരുന്നു. പിന്നെ കൂടുണ്ടാക്കാൻ പഠിച്ചു. ഒരുപാട് ഫാമുകളിൽ പോയി കണ്ട് മനസ്സിലാക്കി. ആരും നമുക്കെല്ലാം പറഞ്ഞു തന്നിരിക്കില്ല, നമ്മൾ തന്നെ ചെയ്ത് നോക്കണം. ഒരാളുടെ അനുഭവമായിരിക്കില്ല വേറൊരാളുടെ അനുഭവം. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ പകുതിയിലധികം പേരും വളരെയധികം വിഷമിച്ചാണ് ജീവിച്ചു പോയത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. അല്ല, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് മുന്നിലില്ല കൊടുക്കാൻ. അപ്പം നിങ്ങൾ ഇത്രയും പേര് ഉണ്ട്, ഇത്രയും ഒരുമിച്ച് വന്നതാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ഓർഡർ എടുത്തിട്ട് എന്നും കുഞ്ഞുങ്ങളെ വിൽക്കാം, പെറ്റ് ഷോപ്പിൽ കൊടുക്കാം. ഇതൊന്നും സ്ഥിരമായതല്ല. നിങ്ങൾ വിചാരിച്ചാൽ 1-2 പേർക്ക് ചേർന്ന് ഒരു ഹോട്ടല് 1-2 ഹോട്ടലിൽ ഓർഡർ എടുത്തിട്ട് ഇറച്ചി ഓരോരുത്തരെയായിട്ട് 2 യൂണിറ്റ് വീതം ഓരോരുത്തർ ചെയ്താലും നമുക്ക് ആഴ്ച 2 ദിവസം കൊടുക്കാനുള്ള മുയൽ ഉണ്ടാവും, ഉറപ്പാണ്. അതൊരു ഇറച്ചി കൊടുക്കുന്നതാണ് സ്ഥിര വരുമാനം എന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇറച്ചിക്ക് മുയൽ കൊടുത്തുകൊണ്ടിരിക്കും. കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ കാര്യം. തനിയെ ചെയ്യാവുന്നതുമാണ്. പിന്നെ കുക്ക് ചെയ്ത് കൊടുക്കാം വേണമെന്ന് വെച്ചാൽ. പിന്നെ കുഞ്ഞുങ്ങളെയും കൊടുക്കാം, കൂടുണ്ടാക്കി കൊടുക്കാം. ആൾക്കാരെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരെയും പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്ക്, അപ്പോൾ അത് ശരിയായി വരും. ആദ്യം ഒന്നും ശരിയായി വരുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു നടക്കുമ്പോൾ ഇച്ചിരി നടന്നിട്ട് വീഴും, പിന്നെ എണ്ണിച്ച് നടക്കാൻ ശ്രമിക്കും. അതുപോലെയാണ് മുയൽ എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കും, എളുപ്പമാണ്. സത്യത്തിൽ എളുപ്പമല്ല. അത് കൂടുതൽ മുയൽ വളർത്താൻ തുടങ്ങുമ്പോൾ മാത്രമേ അത് എളുപ്പമല്ല എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ അന്ന് പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും സെയിൽ ചെയ്യാനും ഒക്കെ ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, അറിയില്ലായിരുന്നു. പിന്നെ നമുക്കങ്ങനെ ആരും പറഞ്ഞു തരാനും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് എനിക്ക് 100 പാരന്റ് സ്റ്റോക്കോട് കൂടി മുയൽ ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഒരുപാട് സ്ഥലമൊന്നും ഇല്ല. സുമിത്തേട്ടനും വളരെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യുന്ന ഒരാളാണ്. പറ്റുമെങ്കിൽ അവിടെ പോയി കാണണം. പുള്ളിക്ക് ജോലിയുണ്ട്. വിളിച്ചിട്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല രീതിയിലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കാര്യം പരിമിതമായ സ്ഥലമാണ്. സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുയൽ കൃഷി ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമുക്ക് മനസ്സും ആഗ്രഹവും ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്തും കുറഞ്ഞ പരിമിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് സ്ഥലമില്ല, ഞാൻ ഉള്ള സ്ഥലത്താണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ ഇനി മതിയല്ലോ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഓർഡർ പിടിക്കും. 450-നാണ് ഞാൻ ഓർഡർ പിടിക്കണം. 3 ദിവസം കൊടുക്കുമ്പോൾ മറ്റേ ആൾ 410-നോ 420-നോ അവിടെ ഇറച്ചി കൊടുക്കാൻ പറയും. കോമ്പറ്റീഷനുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലൊരു തട്ടുകെടാന്നുള്ളൊരു ആശയമുള്ളത്. എന്നെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമോ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തട്ടുകട നടക്കും. അതൊക്കെ ഞങ്ങൾ അതാണ് കാര്യം. എന്താന്ന് പറഞ്ഞാൽ നിർത്താൻ പ്ലാൻ ഇല്ല. നീ ആര് എവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ മുയൽ ബിസിനസ് നിർത്തില്ല. കാര്യം എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് മുയലുകളാണ്. ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചത് മുയലുകളാണ്. ഞാനിപ്പോൾ അന്ന് പറഞ്ഞാൽ ഒരു പൊക്കത്തിൽ നിന്ന് താഴോട്ട് ഒരാൾ വീണ് കഴിഞ്ഞിട്ട് എണ്ണിച്ച് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണോ പ്രചോദനമായത് അതിനെ കൈവിടാൻ പാടില്ല. അതുകൊണ്ട് മുയലിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. മുയൽ തന്നെയാണ് എനിക്കെൻ്റെ ഉപജീവന മാർഗം. ഞാനിനി അതും ഞങ്ങൾ വയസ്സായാലും മക്കളോടും പറഞ്ഞിട്ടുണ്ട്, അമ്മയും അച്ഛനും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ നിങ്ങളെ കാര്യം ഓർത്തു. പക്ഷെ ഇടയ്ക്ക് എൻ്റെ മോൻ അത് പറയുമായിരുന്നു, ഒരു ജോലി കിട്ടിയില്ലെങ്കിലും ഞാനും മുയൽ വളർത്തി ജീവിച്ചോളാം എന്ന്. പക്ഷെ അങ്ങനെ നമുക്കതൊരു നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. നമ്മൾ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരാൾ വന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലാണ്. അവർ തീർച്ചയായിട്ടും
എടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, അല്ല ആ പുള്ളിക്കാർക്ക് ചേട്ടൻ പറഞ്ഞിട്ടാണ് എടുത്ത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഞാൻ ഈ ഇടയ്ക്കാണ് വിനീതിനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ആളായത് അല്ലേ. വിനീതിൻ്റെ ഗ്രൂപ്പിൽ വന്നു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ വരണമെന്നൊന്നും വിചാരിച്ചതല്ല. വിനീത് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുന്നത്. നമുക്കൊരു സംഘടനയില്ല, നമുക്കൊരു ഒത്തൊരുമയില്ല, നമുക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അപ്പൊ ഇതൊരു അതെ. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സുഹൃത്തേട്ടനെ കാണണമെന്നുള്ളത്. അപ്പോൾ അത് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് വന്നത്. കാര്യം ശരിക്കും പറഞ്ഞാൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. എന്നിട്ടും ഇത്രയും ഞാൻ ഇനി വരാൻ തന്നെ ഉള്ള കാരണം എല്ലാവരെയും ഒന്ന് കാണാം, പിന്നെ 10 പേര് അറിയട്ടെ, നമ്മളിങ്ങനെ ഒത്തൊരുമയോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയട്ടെ എന്നും കൂടി കഴിയും. കേരളത്തിൽ എവിടെയില്ല മുയൽ കർഷകർക്ക് ഒരു കൂട്ടായ്മ ഇതുപോലെ. പക്ഷെ ഇതുപോലൊരു മീറ്റപ്പും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഗ്രൂപ്പും നല്ലതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞ ഗൾഫിൽ നിന്ന് വന്ന പല ആൾക്കാർ തുടങ്ങിയിട്ട് ഉള്ള സമ്പാദ്യം മുകളിലേക്ക് നടത്തിയിട്ട് അത് അവസാനം ഗതികെട്ട് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. ഇതൊരു ഇൻകം കിട്ടാതായപ്പോൾ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു ഇൻകം കിട്ടുകയും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വളർത്തിയെടുക്കാം. ചേച്ചിയുടെ വ്യക്തിപരമായ ചിലപ്പോ ഞാനിപ്പോ പലപ്പോഴും നടത്തി ചെലവ് കുറച്ച് നമുക്ക് അങ്ങനെ വളർത്താൻ പറ്റുമോ? എനിക്ക് പറ്റില്ല ചെലവ് കുറച്ച്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ വേറെ ഓപ്പോസിറ്റ് ചില ആൾക്കാർ പറയുന്നത് ഈ ചക്കമടലുണ്ടല്ലോ, അതിന്റെ പുറത്തുള്ള ആ സാധനം ചെത്തി കളഞ്ഞിട്ട് അതൊന്ന് മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് വേവിക്കോ ചെയ്തതിന് ശേഷം ഇട്ട് കൂടെ തിന്നുന്ന പറഞ്ഞാൽ ഞാൻ ഫൈബർ കണ്ടന്റ് ബേസ് നോക്കുകയാണെങ്കിൽ ഓക്കെ. ഫൈബറിന്റെ അളവ് നല്ല രീതിയിലുണ്ട്. ചക്കയുടെ ഫുൾ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ മുയൽ വളർത്തൽ എന്ന് പറയുന്നത് നമ്മളെ ഗ്രൂപ്പിൽ എത്ര ആളുകൾ മുയൽ കർഷകർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പിന്നെ എത്ര ആള് മുയൽ കർഷകരായിട്ടുണ്ടെന്ന് അറിയില്ല. മുയൽ സ്നേഹികളായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതായത് മുയൽ സ്നേഹികളാണ്. അതിൽ 2 മുതൽ 1-2 മുയലുകൾ മുതൽ 100 അതിലധികം മുയലുകളെ വളർത്തുന്നവർ. ഈ പെറ്റായിട്ട് നമ്മൾ വളർത്തുന്നത് ഫാമായിട്ട് നമ്മൾ ചെയ്യുന്നത് രണ്ടും രണ്ടാണെന്ന് തന്നെ കാണണം. 2 രീതിയിൽ തന്നെ അതിനെ കാണണം. അത് കാണണം എന്ന് പറയാൻ പെറ്റിനെ ഫാമായി വളർത്തുന്ന അതേ രീതിയിൽ പെറ്റിനെ വേണമെങ്കിൽ നമുക്ക് വളർത്താം. പക്ഷെ പെറ്റായി വളർത്തുന്ന ഒരു രീതിയിൽ ഫാമിങ് നടക്കില്ല. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഫാമിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ജനസിനെ നമ്മൾ എടുക്കുന്നു. അത് എടുക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുയൽ എന്ന് പറയുന്ന രീതി പെറ്റി വരുന്നതിൽ വളരെ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത് അവർക്ക് കൊടുക്കുന്ന തീറ്റ എടുക്കുന്ന ക്രമം വെച്ച് അത് പരിവർത്തനം ചെയ്യുന്നു, ഇറച്ചിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വളരെ കൂടുതലാണ് ബാക്കിയുള്ള ജീവികളെ അപേക്ഷിച്ച് എന്നുള്ളതാണ് ഈ മുയൽ കൃഷിക്ക് ഏറ്റവും വലിയ ഇത് വരുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തീറ്റ പരിവർത്തനം നടത്തണമെങ്കിൽ കൊടുക്കുന്ന തീറ്റ വളരെ കൃത്യമായിരിക്കും. അതായത് മുയലിന് ആവശ്യമായുള്ള ഈ ഇറച്ചിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന് വേണ്ട എല്ലാ കണ്ടന്റുകളും അടങ്ങിയ തീറ്റയായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അതേസമയം അതല്ലാതെ എന്ത് തീറ്റ കൊടുത്താലും മുയൽ തിന്നും. മധുരം കൊടുത്താൽ വരെ മുയൽ തിന്നും. ഏറ്റവും ജാഗ്രതയൊക്കെ കൊടുക്കണ പറഞ്ഞ കേട്ടുള്ള ഗ്രൂപ്പുകൾ. പക്ഷേ എന്താ പ്രശ്നം,
നമ്മൾ ചോറ് മാത്രം കൊടുത്ത് വളർത്തുന്നവരുണ്ട്, ഈ വെജിറ്റബിൾ വേസ്റ്റുകൾ കൊടുത്ത് വളർത്തുന്നവരുണ്ട്. ഇതൊക്കെ വളർത്തിയാൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് എത്രത്തോളം മുയലിൻ്റെ ശരീരത്തിലേക്ക് കയറും. അതായത് ഏറ്റവും ചുരുങ്ങിയ ടൈം കൊണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു 3 മാസം കൊണ്ട് 2 കിലോ ആവാം. ആ 2 കിലോ ആയ മുയലിനെ നമ്മൾ തൂക്കും. ഇത് മെയിനായിട്ട് നമ്മൾ ബ്രീഡിങ് എന്നുള്ള പർപ്പസൊക്കെ നമുക്ക് ഇപ്പോൾ കുറച്ച് കാലത്തേ നടക്കുള്ളൂ. ഇത് ഇറച്ചി മുയലാണ്. ഈ ബ്രോയിലർ എന്ന് പറയുന്നത്, ബ്രോയിലർ റാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറച്ചി മുയലുകളാണ്. അത് ഇറച്ചി ആവശ്യാർത്ഥമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറച്ചിക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു 3 മാസം കൊണ്ട് 2 കിലോ ആക്കുകയും ആ 2 കിലോ എന്നുള്ളത് അതിലേക്ക് എത്തുന്നതും ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പലർക്കും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ റെഡി ആയാലാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാവുന്നത് നമ്മൾ കൊടുക്കണം ആ മുയലിന്. അവിടെയാണ് ഈ ചിരട്ടയിൽ വെച്ച് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ ഈ ചക്ക അടിച്ച് വെച്ച് കൊടുക്കുന്നത്. സലീം പറഞ്ഞത് അതിൻ്റെ കറക്റ്റ്. ഫൈബർ കണ്ടന്റ് മാത്രമാണെങ്കിൽ ആ ഒരു ബേസിൽ മാത്രം അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് മുയലിന് സമീകൃത ആഹാരമാണ്. സമീകൃതമായിരിക്കണം, എന്നാലേ അവർ ഈ പറഞ്ഞ വെയിറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ നമുക്ക് അതിനെക്കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. പലപ്പോഴും പലരും തന്നെ ഒരു പരാതി പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു 5-6 മാസമായി മുയലിനെ വളർത്തുന്നു, എല്ലാവരും പറയുന്ന സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്, തീറ്റ കൊടുക്കുന്നുണ്ട്, പക്ഷെ മുയൽ ഇപ്പോഴും 2 കിലോന്റെ താഴെയാണ്. എന്താ പ്രശ്നം? ജെൻസാണ്. അത് നിങ്ങൾ എങ്ങനെ തീറ്റിയാലും വളരില്ല, അല്ലെങ്കിൽ കയറില്ല, അവിടെ നിൽക്കും. അതേസമയം നല്ല ജെൻസ് ഒരു നല്ലൊരു ഫാർമർ കഴിഞ്ഞു ആരെ അടുത്ത് പോയിട്ട് നിങ്ങൾ വാങ്ങുന്നു, ആരായാലും വാങ്ങുന്നു, അയാൾ ഗ്രൂപ്പിൽ വന്നിട്ട് പറയുന്നു, എൻ്റെ മുതൽ തീരെ വെയിറ്റ് കയറുന്നില്ല. എന്താ സംഭവം? ഈ പറഞ്ഞ പോലെയാ, വെറും തവിട് മാത്രം കൊടുക്കുന്നുണ്ട്, ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട്, മുതൽ കയറില്ല. ഇത്ര ദൂരത്തുനിന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സ്നേഹ കൂട്ടായ്മയ്ക്ക് ഒരു ഭാഗമാകാനെത്തിയ ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ, പിന്നെ അതിലുപരി ഇതിൻ്റെ ചുക്കാൻ പിടിച്ച വിനീതിൻ്റെ കുടുംബാംഗങ്ങൾ, ഇപ്പം നമുക്കെല്ലാവർക്കും ഒരു വേദി ഉണ്ടാക്കി തന്ന ഇത്രയും മനോഹരമായിട്ട്. ഇതിപ്പോൾ ഇന്നലെ ഗ്രൂപ്പൊക്കെ നമ്മളിത് കല്യാണമാണോ, വിനീത് വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണോ നാട്ടുകാർ അത് ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനോട് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഫ്ലക്സ് എടുത്ത് കൊണ്ടേ കെട്ടിക്കുക, അപ്പോൾ ആകാതെ സംശയം മാറും. പക്ഷെ എന്നാലും ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വിനീത് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇതിൽ പ്രവർത്തിക്കുകയും വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം അറിയുകയും ചെയ്യുകയും ചെയ്തു. ആദ്യമായി തന്നെ വിനീതിൻ്റെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ഈ മുയൽ കൂട്ടായ്മയുടെ, റാബിറ്റ് കൂട്ടായ്മയുടെ ഒരു നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. പിന്നെ അതുപോലെ നമുക്ക് പിന്നെ പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് രാവിലെ മുതൽ ഇത്രയും സമയം വരെ ചർച്ചകൾ നമുക്ക് ചേച്ചിയുടെ ഗ്രൂപ്പുകൾ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്ര നല്ല രീതിയിലുള്ള ക്ലാസ് എടുത്തുകയും പിന്നെ സംശയങ്ങൾ ദൂരീകരിക്കുകയും വീണ്ടും മോട്ടിവേഷൻ നമുക്ക് ഉണർവുണ്ടാക്കി തരികയും ചെയ്ത സുമിത്തേട്ടനുണ്ട്, അതുപോലെ ചേച്ചിയുണ്ട്. ഇവരൊക്കെ എല്ലാവരും നമുക്ക് വേണ്ടി, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾക്ക് ചെറിയ കർഷകരാണ്, കർഷകരല്ല പെറ്റ് വളർത്തുന്ന ആൾക്കാരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മളൊന്നും കർഷകരായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോട്ടിവേഷൻ തുടർന്ന് നടത്തി കൊണ്ടുപോകാനുള്ള ചേച്ചിക്കും സുമിത്തേട്ടനും ഈ നമ്മുടെ മുയൽ കൂട്ടായ്മയുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ചുറ്റുപാടത്തുള്ള എല്ലാവരും, ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് എല്ലാവരും അവനവൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ പ്രോഗ്രാമിലേക്ക് സംബന്ധിക്കാൻ സന്മനസ് കാണിച്ച ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.